everybody, this is Shweta. My name is Inder and welcome to our channel. It's time to start the reactions of Drishyam 3. Let's watch the it. Wait is over. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. First part. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. ഒരു ഐജിയുടെ മകനാണ് മരിച്ചത്. അവർ നമ്മുടെ കുടുംബം തകർക്കും, നമ്മളുടെ മോളുടെ ഭാവി. ये भी तो था ना. First part. എനിക്ക് ജയിലിൽ പോകാൻ പേടിയാ. മോള് ജയിലിൽ പോകാനോ? ഈ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ ഭയം. സാറ് ശ്രദ്ധിച്ചു, അവന്റെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അവനിപ്പോ തിരിഞ്ഞു നോക്കും. ഈ ശനിയാഴ്ച, അതായത് ഓഗസ്റ്റ് മാസം 2 എവിടെയായിരുന്നു? He just recreated that day. ഓഗസ്റ്റ് 2, 3 തീയതികൾ അയാൾ പുനരാവിഷ്കരിച്ചു. ഇതൊരു ഞാനിന്മേൽ കളിയാണ്. വിജയിക്കാം, പരാജയപ്പെടാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, നീയോ നമ്മുടെ മക്കളോ ജയിലിൽ പോവില്ല. എല്ലാവർക്കും എന്നതുപോലെ എനിക്ക് എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഞങ്ങളോട് ഓർക്കണം. ये भाई ये खतरनाक था एकदम एंड. फिर ये स्टार्ट सेकंड पार्ट का. അതെവിടെയാണെന്ന് ഒന്ന് പറഞ്ഞോളൂ ചെറുകുട്ടി. ആരും അറിയാതെ ഞാനത് എടുത്തോളാം. ഗീത പോലും അറിയില്ല. സാറിനെ എന്നെ കാണാൻ വരുന്നു. നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ആ ഓർമ്മകളിലേക്ക് വീണ്ടും. ओ यहाँ पे इसकी बेटी का ये ये वाला था. ഇതിനെക്കുറിച്ച് ഈ വീട്ടിൽ സംസാരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു. സംസാരിക്കണം. എനിക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ. പറയണേ. കുടുംബത്തെ രക്ഷിക്കാനുള്ള പരിപാടി അല്ലേ? നിങ്ങളിതെല്ലാം അറിയുന്നു, എന്തെങ്കിലും കണ്ടുപിടിക്കുന്നു മനസ്സിലാക്കി തന്നെയാണ് സാർ ഞാൻ ഇതുവരെ ജീവിച്ചത്. ഇതിൽ നിന്റെ ഒരു തെറ്റുമില്ല. എനിക്ക് വേണ്ടി അച്ഛൻ. एक अच्छा स्टार्ट में दिया फुल recap. സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആസ് പെർ DNA റിപ്പോർട്ട് ഈ സ്കെലിറ്റൺ വരേണ്ടതല്ല. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളുടെ മുന്നിൽ അയാൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. അയാൾ പ്രായശ്ചിത്തം ചെയ്തേ മതി. It's like a case that is closed, but will never close. Silent. I want to see what will win 3. तो इसके लिए तो देख रहे हैं. हाँ. Oh, this guy. ഇതാണ് ശരി. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനെ തീരുമാനമെടുത്ത് എനിക്ക് സമാധാനമായിട്ട് പറയണം. ഇനി നീയാ കൊടുത്തോളാം. കരയില്ല, അച്ഛനൊക്കെ നേക്കായിട്ട് പോയില്ലല്ലോ. അമ്മയെ നോക്കാം.
अच्छा, he has made the movie. ഓക്കെ അല്ലേ? താങ്ക് യു. താങ്ക് യു. അടിപൊളി. അടിപൊളി. പിന്നെന്താ? താങ്ക്സ്. സാർ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടല്ലോ. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടി ചോദ്യമില്ലേ? അത് നിങ്ങൾക്ക് എന്താണ് സാർ ഇഷ്ടപ്പെട്ടു? സാർ ഈ പടം 100 കോടി അടക്കുമോ? ഒന്നും അറിയില്ല. എന്തായാലും പടം നല്ലതൊരു കോൺഫിഡൻസ്. ഓക്കെ സാർ. പുതുമുഖ ഡയറക്ടർ ആദ്യത്തെ പടം ഈ റെസ്പോൺസ് എല്ലാം കണ്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹരികുമാർ സാറിനെ പോലെ ആളുടെ ഡേറ്റ് കിട്ടുന്നു, എന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും എന്റെ കൂടെ നിൽക്കുന്നു. അതിലെല്ലാം ഉപരി ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കി അതിന്റെ നിർമ്മാണം. ഇതിന്റെ റൈറ്റർ വിനയ് ചന്ദ്രൻ സാർ എന്നാണ് പ്രീമിയറിന് വരാഞ്ഞത്. വിനയൻ സാറ് ചെന്നൈയിലാണ്, അവിടെ കാണുന്നതാണ് പറഞ്ഞത്. വിനയ് ചന്ദ്രനും പ്രൊഡ്യൂസർ ജോർജ് കുട്ടിയുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണെന്നുള്ളൊരു റൂമർ ഉണ്ടല്ലോ. അങ്ങനെ റൂമർ ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും സത്യമാവില്ല. പിന്നെ കൂടുതൽ അറിയാൻ നിങ്ങൾ പ്രൊഡ്യൂസറോട് ചോദിക്കണം. സർ പ്രൊഡ്യൂസർ എവിടെ? അമ്മ എന്റെ ഷെയർ തിയേറ്റർ ആയിട്ട് വന്നാ മതി. ഓടി ചേച്ചി എല്ലാം എടുക്കണ്ടോ? ഉണ്ട്. So that is they are happy now. സാറേ കുറെ തിയേറ്ററിൽ നിന്ന് കോൾസ് വന്നു, എല്ലായിടത്തും പടം ഒക്കെയാണ്. ഇനി ഓൺലൈൻ റിവ്യൂസിൽ കൂടി നല്ല അഭിപ്രായം വന്നാൽ പടം അടിച്ച് കേറും. റിവ്യൂസ് മോശമാകാൻ വഴിയില്ല. അതെങ്ങനെ ആവും സാറേ? പടം സൂപ്പർ അല്ലേ? ഞാൻ ഇവരെയും കൂട്ടി വീട്ടിലേക്ക് പോവാ. ഇനി കുറച്ച് ദിവസം വീട്ടിലിരിക്കണം. ആ അത് നല്ലതാ സാറേ. പടം ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്. അടിപൊളി. എന്റെ അഭിനയം മുൻവശത്ത് കുറെ മീഡിയക്കാരുണ്ട്. കുറച്ച് ഇന്റർവ്യൂസ് കൊടുക്ക സാറേ. വേണ്ട വേണ്ട വേണ്ട, അവർക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് എനിക്കറിയാം. വാ. അല്ല സർ ഞാൻ ന്യൂസ് മലയാളം 24/7 ചാനലിലെ റിപ്പോർട്ടറാണ്. എനിക്കൊരു ഇന്റർവ്യൂ വേണം സർ. സോറി, ഞങ്ങള് കുറച്ച് തിരക്കിലാണ്. വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്, ഉടനെ പോണം. അല്ല സർ ഇപ്പൊ വേണ്ട, എനിക്ക് വേണ്ടത് ഒരു ഫാമിലി ഇന്റർവ്യൂ ആണ്. നമുക്ക് പിന്നെ ആലോചിക്കാം. കേട്ടോ. സർ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. ആ. ഈ സിനിമ ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു സംസാരമുണ്ട്. അതായത് സാറിന്റെ കുടുംബത്തിൽ നടന്ന ഒരു സംഭവം ചില മാറ്റങ്ങൾ വരുത്തി പ്രസന്റ് ചെയ്തു വന്ന്. അതുകൊണ്ട് അതിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയായിരുന്നു സർ. അതിന് കുടുംബത്തിലേക്ക് വന്ന് കയറി. Yeah. ഒരു സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ എന്റെ കഥ തന്നെ സിനിമയാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. നിരപരാധികളായ ഒരു കുടുംബത്തെ പോലീസ് വേട്ടയാടുന്ന കഥ, അതൊരു ക്ലീശ സാധനമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അതൊന്ന് മാറ്റി ചിന്തിച്ചു. ഒരു കുറ്റം ചെയ്യേണ്ടി വരുന്ന കുടുംബത്തെ പോലീസ് പിന്തുടരുന്ന കഥ, അത് വിനയ് ചന്ദ്രൻ സാറുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. ഈ കഥയിൽ അദ്ദേഹത്തിന് ഒരു പുതുമ തോന്നി. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടായത്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്, പിന്നെ കാണാം. ഇയാളാണൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞേ? നിനക്ക് പടം ഇഷ്ടപ്പെട്ടോ? പിന്നെ പടം വിളിക്കും. റിലീസ് ചെയ്ത് വെറും 2 ദിവസം മാത്രമായിരിക്കെ പ്രേക്ഷകരിൽ നിന്ന് അത്ഭുതകരമായ പ്രതികരണങ്ങളോടെ ഹരികുമാർ ചിത്രം ദൃശ്യം തിയേറ്ററുകളിൽ വിജയകരമായി മുന്നേറുകയാണ്. ഒട്ടേറെ പ്രേക്ഷകരുടെ ആവശ്യം മുന്നിൽ കണ്ട പല തിയേറ്ററുകളിലും ലേറ്റ് നൈറ്റ് ഷോകൾ കൂടി ചേർന്നു. പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം റെക്കോർഡ് ട്രെൻഡിങ്ങിലാണ് ചിത്രം. അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല. മാരകം മാരകം അതിഗംഭീരം. ഇപ്പോഴത്തെ പ്രേക്ഷക പിന്തുണയും ബോക്സ് ഓഫീസ് പ്രകടനവും വിലയിരുത്തുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്കാണ് ദൃശ്യത്തിന്റെ യാത്രയെന്ന് സിനിമാ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. പുതുമുഖ സംവിധായകനായ അനീഷ് രാജ് സംവിധാനം ചെയ്ത് ഹരികുമാർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ വിനയ് ചന്ദ്രനും ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റാണി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോർജ് കുട്ടിയുമാണ്. കുടുംബ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കുടുംബ പ്രേക്ഷകർ അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളുടെയും I feel bad for her, but എന്റെ പൊന്ന് ജേക്കബ് സാറേ, സാറിന് ഒരാഴ്ച ഹൗസ്ഫുൾ ആയിട്ട് കിട്ടിയില്ലേ? ആ ക്യാപിറ്റൽ തിയേറ്ററുകാർ എന്നെ വിളിയോടെ വിളിയാണ്. ഒരു ടൗണിൽ 2-3 തിയേറ്ററിൽ കളിക്കാനുള്ളതല്ലേ? അങ്ങനെ പറയല്ലേ ജേക്കബ് സാറേ. ഡിസ്ട്രിബ്യൂഷൻ വർക്ക് കൊടുക്കണം താല്പര്യമുണ്ട്. സാറേ അവർക്ക് 2 ഷോയെങ്കിലും കൊടുക്കട്ടെ. ഇങ്ങനെ കടുംപിടുത്തം പിടിക്കില്ല സാറേ. അല്ല ഒന്ന് സഹകരിക്കേ. അത് ജോലിയോട് തന്നെ
അതെ, ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം. ഞാൻ വിളിക്കാം. തിയേറ്ററുകാർക്ക് വല്ലപ്പോഴും കിട്ടുന്ന ചാകര അവര് വിട്ടുകളയോ? ഞാൻ എന്ത് ചെയ്യാനാ? ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ തലക്കിട്ട് വെച്ചെന്നാ. പിന്നെ ഔട്ട്സൈഡ് കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവിടെ നിന്ന് വിളിക്കുന്നത് എന്താ വേണ്ടേ? ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാം. കേരളത്തിന് പുറത്ത് പോയാലേ അപ്പൊ തന്നെ തിയേറ്റർ പ്രിന്റ് ഇറങ്ങും. കേരളത്തിന് പുറത്ത് ഇപ്പൊ മലയാള സിനിമയ്ക്ക് നല്ല ഡിമാൻഡാ. വെറുതെ ലേറ്റ് ആക്കി അത് കളയണോ? നമ്മുടെ സിനിമയ്ക്ക് ഇത്ര നല്ല റിപ്പോർട്ട് വരുമ്പോ ആ ഡിമാൻഡ് കൂടുതലല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റീമേക്ക് സാധ്യതയുണ്ട്. ടിക്കറ്റ് കിട്ടിയില്ല, എനിക്ക് നല്ല ടിക്കറ്റ് തരണം. ഏത് തിയേറ്ററാണെന്ന് രായനോട് പറഞ്ഞാൽ മതി. ഞാൻ ഇറങ്ങുവാണേ. വന്ന കാര്യം ചേട്ടൻ നീ ഇങ്ങോട്ട് വരണ്ട. മോളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചു. അല്ല സാറേ, ആ കാഞ്ഞിരപ്പള്ളി ചോന്ന ചേട്ടൻ ചെല്ലേ. റാണി ഞാൻ ഇറങ്ങാം. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? ഇല്ല, ഇനി അതിന് സമയമില്ല. അയ്യോ അയ്യോ, ഒരു മിനിറ്റ്. അനു, അതേ കൊണ്ടുവാ. അഞ്ജുന്റെ കല്യാണം ഓക്കെ ആയോ? ഇല്ല, അയാളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ. വെറുപ്പിച്ച് വിടണ്ടായിരുന്നു. ഒരു നല്ല കേസും കൊണ്ടുവരില്ല. വെറുതെ 1000 ഇവിടെ 2000 ഇവിടെ പറഞ്ഞ് ഇതുപോലെ വേറെ എണ്ണം ഉണ്ടായിരുന്നു. അതിനെ ഞാൻ പറപ്പിച്ചു. ഇപ്പൊ ഈ ഓൺലൈൻ സൈറ്റ് ഒക്കെ ഇല്ലേ? അതും ശരിയാവുന്നില്ല. പിന്നെ പിള്ളേർക്കും അത് വലിയ താല്പര്യമില്ല. ഫോൺ നമ്പർ കിട്ടി കഴിയുമ്പോ വേണ്ടാത്ത ചോദ്യങ്ങൾ അവളോട്. പിന്നെ നല്ല കേസൊന്നും രാജാ, വരുന്നില്ല. നീ വണ്ടി എടുക്ക. ആ മത്താഴ്ചനെ മാത്രം വീട്ടിൽ കയറ്റിയാൽ മതി. അയാൾ കൊണ്ടുവരുന്നാക്ക് നല്ല കേസുകളാണ്. അമ്മ വെറും വയറ്റി പോലെ ഇതെല്ലാം കഴിച്ചിട്ട് പോകും. He's a busy man now. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അഞ്ജുന് എന്താ തോന്നിയത്? നല്ലൊരു സിനിമ. ഐ എൻജോയ്ഡ് ഇറ്റ്. വേറൊരു രീതിയിലുള്ള തോട്ട്സും വന്നില്ല അല്ലേ? ഇല്ല. വെരി ഗുഡ്. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ. ഇനി നമുക്ക് ഈ സെഷൻസിന്റെ ഒന്നും ആവശ്യം വരില്ല. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. ആവശ്യം വരികയാണെങ്കിൽ മാത്രം. ശരി ഡോക്ടർ, താങ്ക് യു. ആ അഞ്ജു, അമ്മയോട് ഒന്ന് വിളിക്കാൻ പറയണേ. She is also back now, normal. Oh, reporter. ദൃശ്യം സിനിമ കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചു മുന്നേറുകയാണ്. 2ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും സിനിമ ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പതിവിന് വിപരീതമായി സിനിമ കേരളത്തിന് പുറത്ത് റിലീസ് ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മികച്ച അഭിപ്രായം സൃഷ്ടിച്ച് മുന്നേറുമ്പോഴും നമ്മുടെ ഹീറോ ആണല്ലോ. ദൃശ്യം പുറത്ത് റിലീസ് ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചോടി. ഹാപ്പി അല്ലേ? പിന്നെ നമുക്ക് ഔട്ട്സൈഡ് കേരളയും ഓവർസീസ് ഓട്ടം റിലീസ് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ വിളിച്ചോണ്ടിരിക്കുക. ആൻഡ് ദേ ആർ ഓഫറിംഗ് ഗുഡ് ഫിഗേഴ്സ് ഓൾസോ. സർ, നമുക്ക് കൊടുക്കാം സർ. അതാ നല്ലത്. അവരോട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയണം സർ. ഞാൻ പറയാം. സർ, ഓക്കെ ഓക്കെ സർ. കേട്ടോ, പിടിച്ചു വെച്ചതിന്റെ ഗുണം ഇപ്പൊ മനസ്സിലായ. ഇപ്പൊ നമുക്ക് ബാർഗൈൻ ചെയ്യാം. സംഭവമൊക്കെ ശരിയാ, പക്ഷെ സാറെടുത്ത് ഭയങ്കര റിസ്ക്കാ. പടത്തിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഒന്നും പറ്റില്ല. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ സിനിമ നമുക്കൊരു വിശ്വാസം വേണ്ടേ? ഹലോ. Hello, hi. Is it George Gutti? Yes. Good afternoon. My name is Shahid Ahmed. I'm calling from Universal. Hi, sir. Called. Oh, great. So we would like to discuss the possibility of distributing our film Drishyam outside of India. How much? How much? We can discuss that. Offer. Do you have a figure in mind? No, you tell. Are you okay with profit sharing? Sir, no. Sir, give time. Yeah, sure. Take your time. Offer. Okay, so shall I call you in the evening? No. Tomorrow. All right, then I'll give you a call tomorrow. Sir, okay, sir. Okay, thank you so much. Okay, bye. Bye. ഹായ്, എന്താണ് മാം? ഒന്ന് ഫേഷ്യൽ ചെയ്യണേ. ഇരിക്കും. ഡോക്ടറിനെ ഓർക്കുന്നുണ്ടോ? നമ്മൾ ദൃശ്യത്തിന്റെ പ്രീമിയർ ഷോയിൽ വെച്ച് കണ്ടായിരുന്നു. ഓ, ഇപ്പൊ ഓർക്കുന്നു. സൈക്കോളജിസ്റ്റ് അല്ലേ? അതെ. ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ടിന് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം. എനിക്ക് നമ്പർ ഒന്ന് തരുമോ? അതിനെന്താ, തരാലോ.
चाय अभी वो बहुत बड़ा आदमी बन गया है ना, तो अभी media high. करेंगे നമ്മുടെ ही നാട്ടിലെ लोग। സെൻസറിങ് നിയമങ്ങളല്ല ഗൾഫില്. എനിക്കതിനെ ഞാൻ ആദ്യമായിട്ടല്ലേ സിനിമ ചെയ്യുന്നത്, ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇനി ഒരു സിനിമ ചെയ്യുമ്പോ ഇതിനെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കാം. ചുമ്മാ ചുമ്മാ. ശരി ശരി. ചുമ്മാ ചുമ്മാ. ഞാൻ ആദ്യം ഇതൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. അതെ, ആ മത്തായി ചേട്ടൻ കുറേ നേരമായിട്ട് കാത്തിരിക്കുവോ? മോളെ ഹലോ, എത്ര പോസ്റ്ററാന്ന് വെച്ചാൽ അടിച്ചോ? ഏതാ 100 കോടിയോ? വേണ്ട വേണ്ട, അതൊന്നും അതാവട്ടെ, എന്നിട്ട് മതി. എനിക്ക് ഈ കാര്യത്തിൽ നിർബന്ധമുണ്ട്, ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. എനിക്കതിന് താല്പര്യം കാണും, അതിന്റെ വേണ്ടി ശമ്പളം കൂട്ടാമല്ലോ. അങ്ങനെ മതി. ശരി എന്നാ. അയ്യോ, എന്തൊക്കെ കാണിക്കുന്നേ? അച്ഛൻ ഈയിടെയായിട്ട് ഭയങ്കര ആബ്സെന്റ് മൈൻഡ്. ഞാൻ തുടച്ചോളാം. ചോദിച്ചിട്ട് പുറത്തേക്ക് ചെല്ല്. മത്തായി ചേട്ടനെ കണ്ടു കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. he's actually absent-minded now. absent mind हो गया. മോളെ, അടുക്കളയിൽ നിന്ന് ഒരു തുണിയെടുത്ത് ഇത് ക്ലീൻ ചെയ്തേക്കണേ. അവർക്ക് താല്പര്യമില്ലെന്നാ പറയുന്നത്. അവര് വലിയ താല്പര്യത്തിലാണല്ലോ പോയത്. അഞ്ജുനെ ഇഷ്ടമായിന്ന് അപ്പൊ തന്നെ പയ്യന്റെ അമ്മേനോട് പറഞ്ഞതാ. പിന്നെ കേസിന്റെ കാര്യമെല്ലാം നമ്മൾ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതാണല്ലോ. അതൊക്കെ ശരിയാ, പക്ഷെ പെൺകുട്ടി മാനസിക രോഗത്തിന് ചികിത്സയിലാണെന്ന് അവരോട് ആരോ. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടതാണോ? സാറേ, സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ അവരോട് പറഞ്ഞവർ ഇതൊന്നും ആയിരിക്കില്ല പറഞ്ഞേക്കുന്നേ. ജോർജോട്ടെ, നമുക്ക് വേണമെങ്കിൽ ആ സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചാലോ? ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് സംസാരിക്കാം. നല്ലൊരു കേസായിരുന്നേ. അല്ല, പിന്നെ അവളുടെ ഷെയറിന്റെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാം. Oh no 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 no. ആയിക്കോട്ടെ, ഞാൻ അത് സൂചിപ്പിക്കാം. अरे रे 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 Dowry, dowry. this is yeah. But I don't think that's नहीं करना चाहिए. हाँ. അമ്മ നിങ്ങൾ എന്തായി കാണിക്കുന്നേ? താല്പര്യം പറഞ്ഞല്ലേ? ഇത് ഡൗറി അല്ല മോളെ, ഷെയറാ. No. ഒന്ന് തന്നെയാ. അച്ഛൻ ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കി കൂടെ? കുറെ കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും ചേച്ചിയെ കെട്ടിച്ചു വിടാനൊന്നും അല്ല ഞങ്ങളുടെ പ്ലാൻ. ഇപ്പൊ വന്നിരിക്കുന്ന നല്ലൊരു ബന്ധമാ, നല്ല ആൾക്കാരാ. പക്ഷെ അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ സാധാരണ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് ഞങ്ങളും ചിന്തിച്ചുള്ളൂ. അപ്പൊ ഈ ഓഫറിൽ അവർ വീണ നമ്മളിത് നടത്തുവോ? വേണ്ട, മോള് പറഞ്ഞത് ശരിയാണ്. മോള് പറഞ്ഞതിലും കാര്യമുണ്ട് റാണി. നീ വിഷമിക്കണ്ട. Baba. It will start here. It just starts going normal. He's very successful now. He produced a film based on his own story, but थोड़ा change किया. उधर male character देखा, अगर बेटी वहाँ पे बैठा है, तो वहाँ पे कुछ story change किया है. But he is, of course, getting a lot of money. He's popular. But now just reporters are लोग कुछ तो behind. करेंगे because. Anyways, that case was sensational. ऊपर से now he is super famous. He's super rich. अभी कैसा है ना कि हर जगह से अभी जितना अर्न किया ना तो पब्लिक खींचेगी ये सब चीजों को लेके. बट द डॉटर, द सेकंड डॉटर, she is smart now. she is smart. She actually told like it's a good, not it's a bad good, thing, yeah. bad thing and everything. But I want to see, of course, जब even second movie finished, like the question was, what will be the story after आगे this? क्या होगा? I was still waiting. Of course, Drishyam is known for the last 20 minutes, 30 minutes, 1 hour. I'm waiting for that now. But of course, for that we have to watch the whole movie. We have to watch the whole. So let's wait for more, guys. Meanwhile, take care. Bye bye.